നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറങ്ങിയിരുന്നു. അദ്ദേഹത്തിന് പതിവ് പോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള വരവേൽപ്പാണ് അവിടെ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയാം BJP ആണെന്നും കാവി പാർട്ടി എന്നൊക്കെയാണ് പൊതുവെ അറിയപ്പെടുന്നത്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാര്യ ധരിച്ചിരിക്കുന്ന വേഷം കാവിയാണ്. നരേന്ദ്രമോദിയുടെ ഉടുപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇടുന്ന ഡ്രസ്സിൽ എവിടെയെങ്കിലും ഒരു കാവി നിറം കാണും. ഒന്നുകിൽ ഈ കോട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന കർച്ചീഫിലായിരിക്കും ഒരു പക്ഷേ ഈ കാവി കളറ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു കാണിക്കുന്നുണ്ട്, അവരെ നിങ്ങളുടെ കാവി നിറമാണ് എൻ്റെ വൈഫ് ഇട്ടിരിക്കുന്നത് എന്ന തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം അവിടുത്തെ പാർലമെൻറ്റിൽ, നമുക്കറിയാം ഒട്ടുമിക്ക രാജ്യങ്ങളിലും പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിക്കാറുണ്ട്. അവിടെ ചെല്ലുമ്പോഴുള്ള കാഴ്ചയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചരിത്രത്തിൽ ഇന്നോളം ഇതുപോലുള്ള വരവേൽപ്പ് ഒരു പ്രധാനമന്ത്രിക്കും മുമ്പ് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെയാണ് സാധാരണ നമ്മൾ വലിയ സൂപ്പർ സ്റ്റാറുകളൊക്കെ കാണുമ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവിടുത്തെ MP-മാർ അദ്ദേഹത്തിനൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ച. അദ്ദേഹം ഇസ്രായേലിൽ ഓരോ തവണ പോകുമ്പോഴും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അതിഗംഭീരമായിട്ടുള്ള വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും സമാനമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാഴ്ചയൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടുമ്പോഴാണ് കുറച്ച് പുറകോട്ട് പോയി ഒരു 2005 സമയത്തൊക്കെ ഉള്ള ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അന്ന് അമേരിക്കയിലെ പാർലമെൻറ്റിൽ, അവിടുത്തെ സെനറ്റിൽ ഇദ്ദേഹത്തിന് അമേരിക്കൻ വിസ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 24 പേരോളം അവിടെ പാർലമെൻറ്റിൽ അവിടെ പ്രശ്നമുണ്ടാക്കിയിരുന്നു. അതിനെ തുടർന്ന് ഈ ഇന്ത്യയിൽ, കേരളത്തിലടക്കമുള്ള ചില രാഷ്ട്രീയ നേതാക്കളും MP-മാരും MLA-മാരും, അതിൽ BJP ഒഴിച്ച് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളുണ്ടായിരുന്നു, നരേന്ദ്രമോദിക്ക് വിസ കൊടുക്കരുത് എന്ന് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് കത്തൊക്കെ അയക്കുകയുണ്ടായി. പിന്നീട് 2014 മുമ്പ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്നൊക്കെ ഒരു തോന്നലുണ്ടായ സമയത്തൊക്കെയാണ് അവർ ആ വിസ നിയന്ത്രണം മാറ്റാനുള്ള ശ്രമം നടത്തുകയും അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ അത് മാറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഭൂതകാലം ഈ മനുഷ്യന് ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് ഇന്നിപ്പോൾ അമേരിക്ക ആവട്ടെ, ഇസ്രായേൽ ആവട്ടെ, സൗദി ആവട്ടെ, UAE ആവട്ടെ, ലോകത്ത് എവിടെ ചെന്നാലും കിട്ടുന്ന വരവേൽപ്പ് സമാനതകളില്ലാത്ത. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ അവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മലയാളികളായിട്ടുള്ള സ്ത്രീകൾ അവതരിപ്പിച്ച ഈ തിരുവാതിര പോലും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവരുടെ പരമോന്നത ബഹുമതി നൽകിയിരുന്നു. ഈ ബഹുമതി ഇനി ഏതൊക്കെ രാജ്യങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് എന്ന് എണ്ണുന്നതായിരിക്കും എളുപ്പം. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് 30-അടുത്തോളമായി. മുഖ്യധാരയിൽ നിൽക്കുന്ന ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന് ഇതിനകം തന്നെ അത് സമ്മാനിച്ചു എന്ന് പറയാം. പാകിസ്ഥാനും ചൈനയും മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മുഖ്യധാരയിൽ നിൽക്കുന്നത്. നമുക്ക് പേരെടുത്ത് പറയാൻ അറിയാവുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ. ആ രാജ്യങ്ങളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇതിനകം തന്നെ അദ്ദേഹത്തിന് അവരുടെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി കഴിഞ്ഞു. ഒരുപക്ഷേ ഇസ്രായേൽ കുറച്ച് താമസിച്ചായിരിക്കാം കൊടുത്തത്. ഇസ്രായേൽ അല്ലാതെ തന്നെ അദ്ദേഹത്തിനെ ജ്യേഷ്ഠ സഹോദരൻ എന്ന തരത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിൻ്റെ എവിടെ ചെല്ലുമ്പോഴും അദ്ദേഹം ഗംഭീരമായി സ്വീകരിക്കപ്പെടുന്നു. അതങ്ങനെ വെറുതെ കിട്ടുന്നതല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്നത്, ഇത് ബഹുമാനമാവട്ടെ, ആദരവാവട്ടെ, സ്നേഹമാവട്ടെ, അതെല്ലാം കൊടുത്തു വാങ്ങും, ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു ശൈലിയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം നമുക്കറിയാം 75 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ്. ഒരുപാട് പേര് അദ്ദേഹത്തെ ഗുരുതുല്യനായിട്ട് കാണുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിനെ അടുത്ത് കാണാൻ കിട്ടുന്ന അവസരങ്ങളിൽ അവർ കാല് തൊട്ട് വന്ദിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും അത് സമ്മതിക്കാറില്ല, നിരുത്സാഹപ്പെടുത്തും. പക്ഷേ ഇവർ ആ ആദരവും ബഹുമാനവും കാണിക്കാൻ വേണ്ടി കാല് തൊട്ട് വന്ദിക്കും. ഉടൻ തന്നെ അദ്ദേഹം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, തിരിച്ച് കാല് തൊട്ട് വന്ദിക്കുന്നു, നിലം തൊട്ട് വന്ദിക്കുന്ന കാഴ്ച. ഏറ്റവും ഒടുവിൽ നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചും ആകെ ഒരു കാഴ്ച കാണുകയുണ്ടായി. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ആദ്യമായിട്ട് അത്രയും അടുത്ത് നരേന്ദ്രമോദിയെ കാണുന്നു. അവർക്ക് കണ്ണീരടക്കാൻ പറ്റുന്നില്ല, അവർ കാല് തൊട്ട് വന്ദിക്കുന്നു. തിരിച്ചും മോദിയും അത് ചെയ്യുന്നു. കുറേ സമയത്തേക്ക് അവർക്ക് അവരുടെ മുഴുവൻ നിയന്ത്രണവും പോയി അവർ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആശാനാഥ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൗൺസിലർക്ക് അങ്ങനെയാണ് അവരുടെ ആ സന്തോഷം അടക്കാൻ പറ്റുന്നില്ല എങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആ സന്തോഷമൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും ഒന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടാറില്ല. പക്ഷേ അങ്ങനെ ചിലർക്കൊക്കെ കിട്ടുമ്പോൾ അവരവരുടെ ബഹുമാനവും ആദരവും കാണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തടയും. അപ്പോഴും അവർ കാല് തൊട്ട് വന്നിക്കും, അദ്ദേഹം തിരിച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ചാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പദവി വെച്ചാണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് നരേന്ദ്രമോദി എന്ന് ലോകത്തിനറിയാം. അതിനാൽ അദ്ദേഹം എത്ര തവണ അവിടെ വന്നിട്ടുള്ളതാണെങ്കിലും ശരി, ഇസ്രായേലിലൊന്നും ആദ്യമായിട്ടൊന്നും പോകുന്നതല്ല. അദ്ദേഹം 3, 4, 5 തവണ എന്തോ ആയി ഇസ്രായേലിൽ പോകുന്നത്. പക്ഷേ ഓരോ തവണ ചെല്ലുമ്പോഴും അദ്ദേഹത്തോടുള്ള ഇഷ്ടവും ആദരവും സ്നേഹവും എല്ലാം അവർ കൂടുതലായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുമായിട്ട് നമുക്ക് നല്ല ബന്ധമായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. ട്രംപ് ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതലാണ് ആ ഒരു ബന്ധത്തിൽ ഒരു ഉലച്ചിൽ വന്നത്. ട്രംപ് എന്നൊരു വ്യക്തി ഇനി 2 വർഷം കൂടി അവിടെ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അമേരിക്കയിലെ നിയമം അനുസരിച്ച് ഒരാൾക്ക് 2 തവണ മാത്രമേ പ്രസിഡൻ്റ് ആയിരിക്കാൻ പറ്റത്തുള്ളൂ, 8 വർഷം. അതിനുശേഷം ഒരുപക്ഷേ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്ന പോലെയായിരിക്കും. അത് കഴിയുമ്പോൾ അടുത്ത പുതിയ പ്രസിഡന്റ് വരുമ്പോൾ വീണ്ടും അമേരിക്കയായിട്ട് പഴയ ആ ബന്ധം തന്നെ ഒരുപക്ഷേ തുടർന്ന് പോയേക്കാം. എന്തായാലും അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം
ലോകരാജ്യങ്ങളെല്ലാം ഇതുപോലെ സന്ദർശിച്ച് ഓരോ രാജ്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ബന്ധമുണ്ടല്ലോ, അത് ഒന്നിനൊന്നിന് കൂടുതൽ അടുക്കുന്നതല്ലാതെ അത് പുറകോട്ട് പോകുന്നില്ല. ആകെ ഒരു അപവാദമായിട്ട് നിൽക്കുന്നത് ഈ ട്രംപിൻ്റെ ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ കൊണ്ട് മാത്രം അവിടെ മാത്രമാണ്. ബാക്കി എല്ലായിടത്തും ഒരുപക്ഷെ ചൈനയോട് പോലും വളരെ നല്ല രീതിയിൽ ആണ് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിലെല്ലാം ഈ ഒരു മനുഷ്യൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ ശൈലി, ശരീരഭാഷ, അദ്ദേഹം അവരോട് ഇടപഴകുന്ന രീതി, തിരിച്ചു കിട്ടുന്ന രീതി, ഇതെല്ലാം സത്യത്തിൽ ഇതിനെല്ലാം ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തന്നെ നിയന്ത്രിക്കാനുള്ള കരുത്തുണ്ട്, ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും, അത് നിങ്ങളാവട്ടെ നമ്മളാവട്ടെ, നമ്മുടെ പെരുമാറ്റം പോലെ ഇരിക്കും ഒരാൾ നമ്മളോട് തിരിച്ചും ബിഹേവ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളോട് ശത്രുതയുള്ള ഒരാളോട് പോലും നമ്മൾ വളരെ സൗമ്യമായിട്ടും സ്നേഹത്തോടും പെരുമാറിയാൽ അയാളുടെ ശത്രുത പോലും അലിഞ്ഞില്ലാതാവും. പലപ്പോഴും പല രാജ്യത്തെയും പല നേതാക്കളോടും ആശയപരമായിട്ട് വിയോജിപ്പുള്ള സമയത്ത് പോലും അവരോട് വളരെ മാന്യമായും ആദരവോടും ബഹുമാനത്തോടും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്ന മോദിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ആശയ വിയോജിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒന്നും ഉണ്ടാവില്ല. ട്രംപിനെ പോലെ ഒരു ഒറ്റബുദ്ധി തരം പരിപാടിയൊന്നും അദ്ദേഹം കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ ലോകം അദ്ദേഹത്തിന് സ്വപ്ന തുല്യമായിട്ടുള്ള വരവേൽപ്പ് നൽകുന്നത്.